ശരി ശരി പാലക്കാടല്ലേ ഓക്കെ സാർ ശരി 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 ഓക്കെ താങ്ക് യു സാർ താങ്ക് യു കട്ടെ പണിയല്ലേ ശരി പണിയാ ഇതിപ്പോൾ എന്താ സംഭവം ആ പാലക്കാട്ടെ ഏതോ വിമത സ്ഥാനാർത്ഥിക്ക് വധഭീഷണി അപ്പോൾ അവന് കൂട്ടുകിടക്കാൻ പോകണം എനിക്ക് വയ്യ സാറ് താനൊരു പോലീസുകാരനല്ലേ വെറുതെ പറയിപ്പിക്കാറ് അല്ല സാറേ ഈ വിമത സ്ഥാനാർത്ഥിക്കൊക്കെ എന്തിനാ സാറേ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ വിമത സ്ഥാനാർത്ഥിക്ക് ഇത്രയും വധഭീഷണി ഉണ്ടെങ്കിൽ പിന്നെ മുന്നണി സ്ഥാനാർത്ഥിക്ക് എന്തോരം വധഭീഷണിയാണ് അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ കൊടുക്കണ്ടേ എടോ മുന്നണിക്ക് സ്ഥാനാർത്ഥി ഇല്ല ഇവിടെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ പ്രസിഡന്റും കൂടി ഇപ്പം തന്നെ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഇപ്പം എപ്പോഴും ഉണ്ടല്ലോ ഇതിപ്പോൾ എന്തിനാ ഇതാ രോഹൻ തേങ്കുട്ടത്തിൻ്റെ കേസാണെന്നാ പറഞ്ഞു ഓ പരാഗണം പക്ഷെ പ്രൊട്ടക്ഷൻ ഒന്നും നടപടിയാവുന്ന കേസല്ല സാറേ എന്നാ അവിടെ താനീ പ്രേതത്തിനൊക്കെ കൂട്ടിരുന്നിട്ടുണ്ടോ ഇല്ല എന്നാൽ ഞാനിരുന്നിട്ടുണ്ട് അതിലും വലുതൊന്നല്ല ഒരു സ്ഥാനാർത്ഥിക്ക് സംരക്ഷണം കൊടുക്കുന്നു കേട്ടോ എന്നാലിത് എങ്ങനെയാ സാറേ സാറിനാണെങ്കിൽ അനുഭവം ഉണ്ടെന്നെങ്കിലും പറയാം ഞാൻ വന്നിട്ട് ഒരു കൊല്ലം പോലും ആവുന്നില്ല ഒരെന്നാലും ഇല്ല പോണം ടിക്കറ്റ് എങ്ങനെ എടുത്തെന്ന് പറയാനായിരിക്കും ഫോൺ എടുക്കും ആ സാറേ ആ ഫൈസൽ സാറുണ്ട് ഇല്ല പാലക്കാട് അല്ല അല്ല സാർ പ്രൊട്ടക്ഷൻ ശരി സാർ ശരി സാർ ശരി എന്താടാ വല്ലാതിരിക്കുന്നത് പറഞ്ഞ് നാക്കെടുത്തില്ല സൗത്ത് പാലത്തിൻ്റെ അവിടെ ഒരു പ്രേതം കിടപ്പുണ്ടെന്ന് പോയി കാവലിരിക്കും നന്നായി താൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലല്ലേ അപ്പോൾ പ്രേതത്തിന് കാവലിരിക്കുമ്പോഴേ അതൊക്കെ അങ്ങ് മാറിക്കോളും ശരിയായിക്കോളും അല്ല സാറേ പ്രേതത്തെക്കാളും ഭേദം സ്ഥാനാർത്ഥിയാണ് സാറേ പ്ലീസ് സാറേ സ്ഥാനാർത്ഥിയെ ഞാൻ ഉണ്ടാക്കിക്കോളാം നീ പ്രേതത്തെ ഉണ്ടാക്കിയാൽ മതി ഓക്കെ അപ്പോൾ ശരി അല്ല സാറേ എന്താടോ സാറേ ഈ പ്രേതത്തിന് എങ്ങനെയാ സാറേ കൂട്ടിരിക്കുന്നത് ഇതാ ഇങ്ങനെ ഒന്ന് പോ സാറേ ചുമ്മാ എനിക്കാണ് പേടിയായിട്ട് വയ്യ